പടത്തിന് തുടക്കത്തിൽ കുറച്ച് ഗുണ്ടകൾ ചേർന്നിട്ട് ഒരു വക്കീലിനെ സ്കെച്ച് ചെയ്യുന്ന കാട്ടിയിട്ടാണ് പടം തുടങ്ങണത്. ഈ വക്കീലിനെ കൊന്ന കേസ് തെളിയിക്കാൻ ആരാ വരണേന്ന് അറിയോ? അവരാത പടങ്ങൾ ചെയ്ത് പൊട്ടിച്ച് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ബോംബ് സ്റ്റാർ എന്നാണ്. ഇതാക്കാണ് ഞാൻ റെഡി താൻ വരവാ അണ്ണൻ ഞാൻ ഇറങ്ങി വരവാ തേൽ കൊടുക്കു സിംഗത്തെ സീന്താതപ്പ അവൻ തടുത്തും എന്നോട്ടു മാറാതപ്പ ഞാൻ റെഡി താൻ വരവാ അണ്ണൻ ഞാൻ തനിയാ വരവാ തറന്നെടുങ്കര പറയടിക്കണം താടത്താൻ വെള്ളെടുക്കണ തീപ്പന്തം യായത്താ. നമ്മുടെ ധ്യാൻ ചേട്ടൻ കേസ് അന്വേഷിക്കുമ്പോൾ തുമ്പ് പോയിട്ട് ഒരു തുമ്പീനെ പോലും കിട്ടാണ്ട് സീനിയർ ഓഫീസറിന്റെ ഊക്ക് മൊത്തം കിട്ടും. നമുക്ക് ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്യാം. ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് ആയവർ ആവശ്യത്തിലേറെയുണ്ട്. അവർ ഈ കേസ് അങ്ങ് അന്വേഷിക്കട്ടെ. പൊട്ടനായിരുന്നു ഞാൻ പാട്ടുപാടാനറിയാതെ ആട്ടമാടാ. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് ആ കൊലപാതകം കണ്ട ഒരാളെ കിട്ടും. അപ്പൊ ആൾക്ക് മൂപ്പര് ഒരു പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങി കൊടുക്കും. നമുക്ക് അധികം ചിലവൊന്നുമില്ല ഉള്ളേ. പൊറോട്ട ഇറച്ചി മേടിക്കൽ അല്ലാതെ പൊറോട്ട ഇറച്ചി മേടിക്കൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ കുറച്ച് ക്രിമിനൽസിന്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ ഐ വിറ്റ്നസിന് കാര്യം മനസ്സിലാവും. എന്നിട്ട് ആ മർഡർ ചെയ്തവരെ കാട്ടി കൊടുക്കും നമ്മുടെ ധ്യാൻ ചേട്ടന്. ക്രിമിനൽസിന് കണ്ടുപിടിച്ച കാരണം നമ്മുടെ ധ്യാൻ ചേട്ടൻ വെറും മാസാണ്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ധ്യാൻ ചേട്ടൻ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് തിരുത്തും, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കേസ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എത്തിക്സിനെതിരല്ലേ സാർ? ഓൾറെഡി ഫയൽ ചെയ്ത് സബ്മിറ്റ് ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ലെന്ന് ചോദിച്ചത് പേട്ടപ്പടായ കാരണം അങ്ങനെയൊക്കെ കുറേ ഉണ്ടാവും ഗൈസ്. മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫായിട്ട് കാണണം മോനെ, ഇതൊരു സിനിമയല്ലേ മോനെ. പിന്നെ ആ വക്കീലിനെ കൊന്ന ഗുണ്ടകളെ അങ്ങ് അറസ്റ്റ് ചെയ്യും പോലീസുകാർ. പിന്നെ അവർ വെട്ടിക്കൊന്ന വടിവാള് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടും. അഡ്വക്കേറ്റ് സാജൻ വധക്കേസിലെ പ്രതികളെ പിടികൂടി. ASP ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഏട്ടനൊരു സംഭവം തന്നെ. അവിടെ ചിന്ന ചിന്ന അൻപിൽ താനെ ജീവൻ ഇന്നും ഇരിക്ക് പട്ടാമ്പൂച്ചിക്കൂട്ടത്തുക്ക് പട്ടായിருக்கு അവിടെ മാസം മട്ടും പോടും കണ്ണെ കാസു വേണം എന്നത്തുക്ക്. പിന്നെ നമ്മുടെ സാക്ഷിയണ്ണൻ നമ്മുടെ ധ്യാനേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ഞാനെ കൊന്നേന്ന്. ഞാൻ ഈ കേസിലെ ഒന്നാം സാക്ഷിയല്ല, ഒന്നാം പ്രതിയാണ്. നേരത്തെ പോലീസ് പിടിച്ച ഗുണ്ടകളുടെ വീട്ടിൽ കത്തി കൊണ്ടിട്ടത് നമ്മുടെ സാക്ഷിയണ്ണനാണ്. പിന്നെ നമ്മുടെ സാക്ഷിയണ്ണൻ മെന്റൽ പേഷ്യന്റാ, നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള ഭ്രാന്തനാ. എന്നിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ കലിപ്പായിട്ട് അവരുടെ വീട്ടിലേക്ക് രാത്രി പോയിട്ട് നിന്നെ ഇവനെ ഞാൻ പൂട്ടും. ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾ രണ്ടിനെയും കോടതിയിൽ ഹാജരാക്കും. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ കലിപ്പായിട്ട് അങ്ങ് അന്വേഷിച്ച് ഒരു തെളിവും കിട്ടില്ല. 25 വർഷം തന്നാലും നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിന്നെ നമ്മുടെ സാക്ഷിയണ്ണം പറയും നിങ്ങൾ പിടിച്ച 4 പ്രതികളെയും ധ്യാനേട്ടനോട് എൻകൗണ്ടർ ചെയ്ത് കൊല്ലാനായിട്ട് പറയും. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം തിരുത്തിയതൊക്കെ പോയിട്ട് കോടതിയിൽ പോയി പറയുന്നത് നമ്മുടെ സാക്ഷിയണ്ണം പറയും. ഇത് കേട്ട് ടെൻഷനായിട്ട് നമ്മുടെ ധ്യാനേട്ടൻ ആ പ്രതികളെ എൻകൗണ്ടർ ചെയ്യാനായിട്ട് പോവും. പിന്നെ ബാക്കിയുള്ള പോലീസുകാരെയൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ ബാക്കിയുള്ള പോലീസുകാർക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ചോ എന്ന് ചോദിച്ചാൽ അടിച്ചില്ല. ഇത് പേട്ടപ്പടായ കാരണം അങ്ങനെ അടിക്കൂ. നിങ്ങൾ വിട്ടോ. ധ്യാൻ ചേട്ടൻ എന്നിട്ട് വണ്ടി എടുത്തിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവരെ എൻകൗണ്ടർ ചെയ്യാനായിട്ട് മാസ് കാട്ടി സ്ലോ മോഷനിൽ വരും. ഉലകിതിനാരോടും തോൽക്കാത്തൊരു വീരേനം, കരളിത് നമ്മക്കായി തേങ്ങുന്നൊരു പൈതേനം, മടിയിൽ പാലോട്ടും സ്നേഹം നീയാണ് ഇല്ലുമിനാറ്റി, അന്നൻ നമ്മൾ ഇല്ലുമിനാറ്റി. എന്നിട്ട് ആ പ്രതികളോട് ഓടിപ്പോക്കോളാൻ പറയും. ഓടിക്കും. എന്താ ഉദ്ദേശം? എൻകൗണ്ടർ ആണോ? അപ്പൊ ആ പ്ലാനും പൊളിഞ്ഞ്. സാറിന് അതിനുള്ള ഉറപ്പുണ്ടോ? അതിനർത്ഥം നമ്മുടെ ധ്യാൻ ചേട്ടൻ തോറ്റുപോയിന്നാണോ?
അല്ല, നമ്മുടെ ധ്യാൻ ചേട്ടൻ അവരൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നു. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ കോടതിയിലെത്തുമ്പോൾ അവിടെ വെച്ച് ധ്യാൻ ചേട്ടൻ്റെ അമ്മേനെ കാണും. ധ്യാൻ ചേട്ടൻ്റെ അമ്മ ജഡ്ജിയാണ്. പിന്നെ സിമ്പിളാണ് കഥ. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ അമ്മ വെറുതെ വിടും. ഒരു 6 മാസത്തെ സസ്പെൻഷൻ കൊടുത്ത്. സെൽഫ് ഡിഫെൻസിന് വേണ്ടി ASP ജെയിംസ് 4 പേരെ എൻകൗണ്ടർ ചെയ്തു. ഇവിടെ സൈൻ ചെയ്യും. എൻക്വയറിയുടെ ഭാഗമായി 6 മാസം സർവീസിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. പിന്നെ ഒരു ട്വിസ്റ്റാണ് ഗൈസ്. നമ്മുടെ വക്കീലിനെ കൊന്നത് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ അമ്മയും സാക്ഷി അണ്ണനും കൂടി ഒരുമിച്ചിട്ടാണെന്ന് പ്ലാൻ ചെയ്തിട്ടാണ്. പണ്ടൊരു കേസിൽ നമ്മുടെ ആ വക്കീൽ ഇവർക്കിട്ട് പണിതു. എന്നിട്ടാന്ന് വെച്ചാൽ അതിന് സാക്ഷി പറയാൻ വന്ന സാക്ഷി അണ്ണനെ മെൻ്റൽ ആശുപത്രിയിൽ ഈ വക്കീൽ കൊണ്ടിട്ടു. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ അമ്മയ്ക്കും പണി കൊടുത്തു. ധ്യാൻ ചേട്ടൻ്റെ അനീതിയുടെ കാല് തല്ലി ഒടിച്ചു. അപ്പോൾ അതിന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വക്കീലിനെ കൊന്നതെന്ന് പറയും. പാവം ധ്യാൻ ചേട്ടൻ ഇതൊന്നും അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ പാട്ടുപാടാനറിയാതെ. അങ്ങനെ പടം കഴിഞ്ഞ് ധ്യാൻ ചേട്ടൻ്റെ പടങ്ങളിൽ ഇത്ര ഊക്ക് ധ്യാൻ ചേട്ടനും കിട്ടിയൊരു വേറൊരു പടമില്ല ഗൈസ്.